പൊന്നുരുളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരേ സമയം നല്ല ജ്യൂസിയും ക്രിസ്പിയും ടേസ്റ്റിയും ഒക്കെയായ അടിപൊളി ചിക്കൻ 65 ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായി കാണിക്കുന്നത്. ഈ വീഡിയോ മുഴുവൻ കണ്ട് ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുകയും അതോടൊപ്പം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അധികം ആമുഖമൊന്നും ഇല്ലാതെ നല്ല ക്രിസ്പിയായ ചിക്കൻ 65 എങ്ങനെ തയ്യാറാക്കാം എന്ന് കാണാം. 900 ഗ്രാം ഏകദേശം 1 കിലോ ചിക്കൻ ബ്രസ്റ്റാണ് എടുത്തിരിക്കുന്നത്. ചിക്കൻ ബ്രസ്റ്റ് ആയതുകൊണ്ട് തന്നെ ബോൺലെസ് ആണ്. ബോണുള്ള ചിക്കൻ വെച്ചിട്ടാണെങ്കിലും നമുക്കിത് ഉണ്ടാക്കാം. ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്യണം എന്ന് മാത്രം. ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് 10-12 അല്ലി വെളുത്തുള്ളിയും 1.5 ഇഞ്ച് നീളമുള്ളൊരു ഇഞ്ചിയും 2 പച്ചമുളകും ചേർത്ത് അരച്ച 1 ടേബിൾ സ്പൂണോളം വരുന്ന പേസ്റ്റ്, 1.5 ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ എരിവുള്ള സാധാരണ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ചതച്ച പെരുംജീരകം 1 ടീസ്പൂൺ, 1 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈര്. ഏറ്റവും ഒടുവിലായി 1 കപ്പ് കോൺഫ്ലോറും 1 മുട്ട പൊട്ടിച്ചതും ചേർക്കുന്നു. എല്ലാം നന്നായി ഇളക്കി മസാല എല്ലായിടത്തും ഒരേപോലെ പറ്റി എന്നുറപ്പുവരുത്തി ഉപ്പ് ആവശ്യമെങ്കിൽ ഇനിയും ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നു. അരമണിക്കൂറിന് ശേഷം ചീനച്ചട്ടിയിൽ ഡീപ്പ് ഫ്രൈ ചെയ്യാൻ പാകത്തിന് എണ്ണയൊഴിച്ച് ചൂടാക്കി അതിലേക്ക് ചിക്കൻ പീസസ് ഓരോന്നായി നന്നായി മസാലയിൽ ഒന്നുകൂടി കോട്ട് ചെയ്ത് ഇടുന്നു. ചിക്കൻ കഷ്ണങ്ങൾ മുങ്ങിക്കിടക്കാൻ പാകത്തിന് എണ്ണ ഒഴിക്കാൻ ശ്രദ്ധിക്കണം. ഒരേ സമയം ഒരുപാട് കഷ്ണങ്ങൾ ഇട്ട് ഓവർ ക്രൗഡ് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പല ബാച്ചുകളായി വറക്കുന്നതാണ് നല്ലത്. അതുപോലെ ഇട്ട് ഉടനെ തന്നെ കഷ്ണങ്ങൾ ഇളക്കരുത്. കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് ഒരു വശം മൂത്ത് കഴിയുമ്പോൾ പതിയെ ചട്ടുകം കൊണ്ട് അടി ചേർത്ത് ഇളക്കി തിരിച്ചും മറിച്ചുമിട്ട് വറുക്കാം. തിരിച്ചും മറിച്ചുമിട്ട് വറുത്ത് കഷ്ണങ്ങളൊക്കെ മൂത്തിട്ടുണ്ട്. ഇനി പ്രോപ്പറായി ഇത് വെന്തോ കോരിമാറ്റാറായോ എന്നറിയാൻ ഒരു ചെറിയ കഷ്ണം എടുത്ത് ഒന്ന് കട്ട് ചെയ്ത് പരിശോധിക്കുക. വെന്തിട്ടുണ്ടെങ്കിൽ എല്ലാം കോരിമാറ്റാം. പല ബാച്ചുകളായി അങ്ങനെ എല്ലാ ചിക്കൻ പീസസും വറുത്തു. പുറമൊക്കെ നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റും ജ്യൂസിയും ടേസ്റ്റിയുമായി വന്നിട്ടുണ്ട്. ഇനി ഇതിന് കുറച്ച് ഡെക്കറേഷന് വേണ്ടി 2-3 തണ്ട് കറിവേപ്പില എണ്ണയിലൊന്ന് ചൂടാക്കി എടുക്കുന്നു. ചിക്കൻ വറുത്ത എണ്ണയിൽ നിന്നൊരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒരു ചീനച്ചട്ടിയിലേക്ക് എടുത്ത് അതൊന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് തീരെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ 4-5 അല്ലി വെളുത്തുള്ളിയും നടുവേ കീറിയ 3-4 പച്ചമുളകും അതിലൊന്ന് മൂപ്പിച്ചെടുക്കുന്നു. ഇനി വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ചിക്കൻ പീസസിന് മുകളിലേക്കിട്ട് എല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ടാത്ത സിമ്പിളും ടേസ്റ്റിയുമായ ചിക്കൻ 65 തയ്യാർ. കഴിക്കുമ്പോൾ കുറച്ച് നാരങ്ങ നീരൂടെ ഇതിന് മുകളിലൊന്ന് പിഴിഞ്ഞ് തളിച്ചാൽ വളരെ വളരെ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് തന്നെ അഭിപ്രായങ്ങൾ അറിയിക്കണം. മറ്റൊരു നല്ല വീഡിയോയുമായി കാണാം. ബൈ ബൈ.